നമ്മൾ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിയിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതുവരെ PSCയും UPSCയും ഡിഗ്രി ലെവൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. And we will try to understand some of the model questions, the patterns in which the PSC can ask question. PSC എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചും we will try to explore. സോ പ്രധാനമായും ഇന്നത്തെ നമ്മളുടെ ഒരു ഡിസ്കഷൻ്റെ അജണ്ട എന്ന് പറയുന്നത് predominantly സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതും as per the time convenience we will understand some of the aspect towards the making of the constitution എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓൾ ഫൈൻ ഫോർ യു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സൈഡിൽ നിന്നെല്ലാം ക്ലിയർ ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ് മീ കം ടു ദ ടോപ്പിക്. സോ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷകളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് സ്വാഭാവികമായും യു നോ ദാറ്റ് എങ്ങനെയാണ് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ ഒരുപാട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ഫോർ ദ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഹാസ് ഡെഫിനറ്റ്ലി ഗോട്ട് അപ്ഗ്രേഡഡ്. ഒരു സ്കെയില് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടീം സപ്പോർട്ട് വൊക്കാബ്സ്പീഡിയയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള കാര്യം ഇതിലൂടെ വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെയും അതിൽ നടക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസിലൂടെയും വളരെ വ്യക്തമാണ്. സോ ബെറ്റർ ദാറ്റ് യു വിൽ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദോസ് സൗണ്ട് റിസോഴ്സസ്. എല്ലാം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് യു ഹാവ് എവറിഥിങ് വിച്ച് ആൻ ആസ്പിരൻറ്റ് need as an assistance. So when we will come to the topic, sound കുറവുണ്ടോ? സൗണ്ട് ഉണ്ട്. ഓക്കെ ഫൈൻ. യെസ്. സോ ഞാൻ ആദ്യമായിട്ടാണ് വൊക്കാബ്സ്പീഡിയയിൽ ക്ലാസ് എടുക്കുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, യു ആർ ജസ്റ്റ് ലൈക്ക് എ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. 24 hours you get the support, the assistance എന്നുള്ളതാണ് വാട്ട് ഐ ഫെൽറ്റ് ഡിഫറെൻറ്റ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി. സോ അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു അസിസ്റ്റൻസ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കണം. ജസ്റ്റ് ലൈക്ക് ഒരു പെയ്ഡ് മെൻറ്റർഷിപ്പ് പോലെയല്ല, ഫുൾ ടൈം മെൻറ്റർഷിപ്പ് പോലെയാണ് യു ഗെറ്റ് ഇറ്റ്. സോ ദാറ്റ് ഈസ് ദ റീസൺ. അതാണ് ഞാൻ ഇനീഷ്യലി പറഞ്ഞത്. അത് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ക്ലിയർ. സോ എൻ്റെ പേര് അക്ഷയ് എന്നാണ്. ഞാൻ കഴിഞ്ഞ ഒരു 6 വർഷത്തിലധികമായി UPSC PSC കോച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായും ഇനീഷ്യലി ഒരു UPSC പാറ്റേണിൽ അല്ലെങ്കിൽ UPSC അക്കാഡമികളുമായി മാത്രമായിരുന്നു അസോസിയേഷൻ. അതിനുശേഷം ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ പാറ്റേൺ മാറുന്നതോടുകൂടിയാണ് നമ്മൾ PSC പ്ലാറ്റ്ഫോമുകളിലേക്കും എൻഗേജ് ചെയ്യപ്പെടുന്നത്. സോ ഒരു UPSC നിലവാരത്തിലുള്ള ചോദ്യപേപ്പറുകൾ PSC ഫ്രെയിം ചെയ്യുന്നു എന്ന് പറയുന്നതിനോട് പൂർണ്ണമായും നമ്മൾക്ക് യോജിപ്പില്ല. എങ്കിൽ പോലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSCയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്കെയിൽ വർധനവുണ്ട്. അതായത് നിങ്ങളുടെ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആണോ? ഇവിടെ എല്ലാവരും ശബ്ദമുണ്ട്, ഒരുപാട് പേര് ശബ്ദമുണ്ട് എന്ന് പറയുന്നുണ്ട്. ബട്ട് some of you say that the sound is a problem. Let me please check. Okay. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ എന്തോ പ്രോബ്ലം ആയിരിക്കാം. നിങ്ങൾ കേൾക്കുന്ന ഫോണിലൊന്ന് സൗണ്ട് കൂട്ടുക, എന്തെങ്കിലും ചെയ്യുക. ഇവിടെ ഓക്കെ ആണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
ഫൈൻ. ഒന്ന് ലീവ് ചെയ്തിട്ട് കയറി നോക്കുക. ലെഫ്റ്റായി കയറി നോക്കണ്ട. നമ്മൾക്ക് ലെഫ്റ്റും റൈറ്റും ഒന്നും വേണ്ട, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ ഒന്ന് ലീവ് ചെയ്തിട്ട് കയറി നോക്കുക കേട്ടോ. യെസ്. So we are coming to the topic Indian polity for your secretariat assistant exam. So first we will try to understand the syllabus. So syllabus explanation നിങ്ങൾക്ക് ഓൾറെഡി കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇനീഷ്യലി 5 മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ബട്ട് യു നോ ദാറ്റ് വെൻ യു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് PSC, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ടോപ്പിക്കുകൾ ദാറ്റ് വിൽ ഗെറ്റ് a connection with the constitution. Then governance and system of administration will get a connection with the constitution, which you know വളരെ ക്ലിയർ ആയി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇനീഷ്യലി നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപ് വി വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ കീ ടെർമിനോളജീസ്. നിങ്ങൾ പൊളിറ്റി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പൊളിറ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, പൊളിറ്റിക്കൽ സയൻസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നൗ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് കൺസെപ്റ്റ്? ഈ കൺസെപ്റ്റുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വി വിൽ ഗോ ത്രൂ ദ അഡ്വാൻസ്ഡ് ഏരിയാസ്. നൗ സി വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ സിലബസിലേക്ക് എത്തും. അതിനു മുൻപ് വി വിൽ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾ PSC ഒരുപാട് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ അറിയുമായിരിക്കാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? ക്യാൻ എനിബഡി ഗിവ് us എ കമൻറ്റ്? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? How will you give a definition to the constitution? Anybody? Constitution is the governing document of the country, and polity is governed by the constitution, highest legal document, the source of law, fundamental law of the land. Yes, very good, Aditya. Constitution ennu parnal endana? It is basically the fundamental law of the land. This is the classic definition of constitution. It is the fundamental law of the land. ഒരു നാടിൻ്റെ ഏറ്റവും മൗലികമായ നിയമസംഹിത എന്നറിയപ്പെടുന്നത് ദാറ്റ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ വൺ മോർ തിങ്, ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് തുടങ്ങാം. നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനത് പ്രത്യേകം ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് 950-ലധികം പേര് ലൈവ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആരെങ്കിലുമൊക്കെ മലയാളത്തിലല്ലേ ക്ലാസ് വേണ്ടത് എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ മലയാളം ഡെഫിനറ്റ് ആയിട്ടും പറയാം. ഐ എം കംഫർട്ടബിൾ റാദർ ഇൻ മലയാളം. ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഞാൻ മലയാളത്തിലാണ് കംഫർട്ടബിൾ. മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പൂർണ്ണമായും മലയാളത്തിൽ ക്ലാസ് ഡെലിവർ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മലയാളം ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ അത് ഡിസാസ്ട്രസ് ആണ്, അതൊരു ദുരന്തമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്ലീസ് യു കൺസിഡർ അഡ്രസ്സിങ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ തന്നെ പരമാവധി ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം PSC സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇംഗ്ലീഷ് വേർഷൻ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തതിന് ശേഷം അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പേസ്റ്റ് ചെയ്ത് അതിൻ്റെ മലയാളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ലെയിം ഡക്ക് സെഷൻ എന്നുള്ളതിനെ മുടന്തൻ താറാവുകളുടെ സമ്മേളനം എന്ന് PSC പറയും. തിങ്ക് ടാങ്കിനെ ചിന്താ സംഭരണി എന്ന് PSC പറയും. അടിയന്തരാവസ്ഥയെ അല്ലെങ്കിൽ എമർജൻസിയെ അത്യാഹിത വിഭാഗത്തെപ്പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ് എന്ന് PSC പറയും. ഇതെല്ലാം വാക്കുകളിലുള്ള തർജ്ജമയിലുള്ള പ്രശ്നമാണ്. അതുകൂടാതെ സ്റ്റേറ്റ്മെൻറ്റുകളിലും തർജ്ജമയിൽ പ്രശ്നങ്ങൾ വരാം എന്നുള്ളത് കൊണ്ട് പ്ലീസ് കൺസിഡർ അറ്റംപ്റ്റിംഗ് ദ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം, സർ ഈ ഇംഗ്ലീഷ് മനസ്സിലാകാത്ത ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇതുവരെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, വാട്ട് വിൽ വി ഡു എന്നുള്ള സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. എനിവേ ഐ ഗ്യാരണ്ടി യു ദാറ്റ് യു ഹാവ് 4 months ഇൻ ഫ്രണ്ട് ഓഫ് യു. 4 മാസമെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് മുൻപായി അല്ലെങ്കിൽ എക്സാമിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി ഡെഫിനറ്റ് ആയിട്ട് ലഭിക്കും. ഈ 4 മാസത്തിൽ യു ഹിയർ ദ ലെക്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്, try to attend the lectures in English,
ഇംഗ്ലീഷിനോടുള്ളൊരു വിമുഖത ഒഴിവാക്കുക. എവിടെയെങ്കിലുമൊക്കെ ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരു ടീച്ചർ പറഞ്ഞാൽ അതിനെ നിങ്ങൾ വെൽക്കം ചെയ്യുക. അത് മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ 4 months is good enough for you to become at least better in English. ഇംഗ്ലീഷിൽ ബെറ്റർ ആകാൻ ഡെഫിനറ്റായും സഹായിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ നമ്പർ 1. നമ്പർ 2 ഇസ് ദാറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഹയർ ലെവൽ എക്സാമിനേഷനാണ് അല്ലേ? ഒരു ഹയർ ലെവൽ എക്സാമിനേഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഒരു LD ലെവൽ എക്സാമിനേഷനോ ഒരു LGS ലെവൽ എക്സാമിനേഷനോ അല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. ഈ ഒരു ഹയർ ലെവൽ എക്സാമിനേഷന് വരുമ്പോൾ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി കൺസിസ്റ്റിംഗ് ഓഫ് 2 types ഓഫ് ക്വസ്റ്റ്യൻസ്. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. വൺ വിൽ ബി ടോട്ടലി ഫാക്ച്വൽ. Say for example, you will be asked just like what is GDP, എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ലിക്വിഡിറ്റി റേഷ്യോ എന്നൊക്കെ പറയുന്ന വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. സേ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ യു വിൽ ബി ആസ്ഡ് വാട്ട് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ നമ്പർ 21ന്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. ദാറ്റ് ഇസ് ടോട്ടലി ഫാക്ച്വൽ. ടോട്ടലി ഫാക്ച്വൽ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറയ്ക്കുന്നത്? വിച്ച് among the Constitution Amendment Act has reduced the voting age from 21 to 18? There is only one answer, that is the 61st Constitutional Amendment Act. ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ അല്ലേ? അതേ സമയം തന്നെ there will be certain questions in relation to the concept that you learn. കൺസെപ്ച്വൽ ആയ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഈ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് പ്രധാനമായും ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മെമ്മറിയാണ്. യുവർ മെമ്മറി, യുവർ നോളജ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ബി ടെസ്റ്റഡ് ഹിയർ. ആൻഡ് കൺസെപ്ച്വൽ ചോദ്യങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറി അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ടെസ്റ്റ് യുവർ ബേസിക് ഇൻ്റലിജൻസ്, ഓർ യു മേ സേ ദാറ്റ് യുവർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓർ അവെയർനെസ്, അല്ലെങ്കിൽ ബേസിക് കോമൺ സെൻസ്. ഈ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസും യു ക്യാൻ എക്സ്പെക്ട് ഫോർ എസ്പെഷ്യലി ദ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ മാത്രമല്ല കേട്ടോ, ഈവൻ +2 ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ പോലും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആൻഡ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. ഈ ഫാക്ച്വൽ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ ഒറ്റ വാക്കിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അറിയുമെങ്കിൽ ആൻസർ ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല. കൺസെപ്ച്വൽ ആണ് ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പൂർണ്ണമായും അറിയില്ലായിരിക്കും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തേ മതിയാകൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് പൂർണ്ണമായും ആ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കണം. സേ ഫോർ എക്സാമ്പിൾ LD എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കേവല ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണവും സീറ്റിന്റെ എണ്ണവും തുല്യമായിരിക്കും. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എങ്ങനെയായിരിക്കും? The elections conducted on the basis of simple majority would provide for equal number of seats and equal votes for a particular political party. അല്ലേ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. LD എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. നൗ പ്രിഡോമിനൻ്റ്ലി ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ, ഞാൻ ആ പ്ലാറ്റ്ഫോമുകളെ കുറ്റം പറയുമൊന്നും അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. പരമ്പരാഗതമായ PSC കോച്ചിങ് പ്ലാറ്റ്ഫോമുകളുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ളൊരു കാര്യം, യു സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ, കാരണം ഇത് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആ പേപ്പറിൽ മറ്റേത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദിസ് ഇസ് സംതിങ് വിച്ച് ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഇലക്ഷൻസ് അല്ലേ? തെരഞ്ഞെടുപ്പുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ, നിങ്ങൾ ലോകത്തെ ഏത് ഇലക്ഷൻ വേണമെങ്കിലും പരിശോധിച്ച് നോക്കിക്കോളൂ, ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ
ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റും വോട്ടുകളുടെ എണ്ണവും ഈക്വലായി വരുന്ന ഏതെങ്കിലും ഒരു ഇലക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യു വുഡ് നോട്ട് സീ ദാറ്റ്. നിങ്ങൾ ഒരു കാരണവശാലും കാണില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഒരു കാരണവശാലും ശരിയാവില്ല എന്ന് ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിയാൽ യു ഗെറ്റ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് ദിസ് ഇസ് ടോട്ടലി എ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. ഇത് ടോട്ടലി കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസിങ് യുവർ കോമൺ സെൻസ്, അതായത് ഇക്കണോമിക്സ് ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും ഗവേണൻസ് ആണെങ്കിലും ഒരു പരിധി വരെ യു മേക്ക് ഇറ്റ് റിയലിസ്റ്റിക്. കൺസെപ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. വളരെ സിമ്പിളായി ചിന്തിക്കുക. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുല്യമായി സീറ്റുകളും വോട്ടുകളും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പൊതുബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. ഒരു കാരണവശാലും നമ്മൾക്ക് ഇനിയുള്ള പരീക്ഷകളിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് പ്യുവർലി മെമ്മറി ബേസ്ഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതേസമയം കൺസെപ്ച്വലി കാര്യങ്ങൾ മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പറുകൾ നടത്തും അല്ലേ, മോഡൽ ടെസ്റ്റ് പേപ്പറുകൾ വൊക്കാബ്സ്പീഡിയ കണ്ടക്ട് ചെയ്യും. ആ ടെസ്റ്റ് പേപ്പറുകളുടെ ബേസിസിൽ നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻസും ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ടെസ്റ്റ് പേപ്പറുകളിൽ റാങ്ക് നമ്പർ 1 ആവുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ഉദ്ദേശം. ഈ ടെസ്റ്റ് പേപ്പറുകളിൽ നിങ്ങളുടെ ഉദ്ദേശം എക്സാമിനേഷൻ ഹാളിൽ എന്താണ് വർക്കൗട്ട് ആവുക എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് എന്ത് വർക്കൗട്ട് ആവും, ഈ കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടോ, അതോ ഞാൻ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ അബദ്ധമാണോ, എനിക്ക് അത്രയും ബേസിക് ആയിട്ടുള്ള നോളജ് ഇല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള മോക്ക് ടെസ്റ്റുകളായി നിങ്ങൾ ഇതിനെ പരിഗണിക്കുക. അപ്പോൾ എങ്ങനെയാണ് സർ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു മോക്ക് ടെസ്റ്റിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം വായിക്കുന്നു. ഈ 50 ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. ഫൈൻ, ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു. 20 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാജിക് ഒന്നും സംഭവിക്കില്ല. കാരണം നിങ്ങൾക്ക് പ്രിലിംസ് പോലും ചിലപ്പോൾ കടന്നു കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾക്ക് അറ്റംപ്റ്റ് കൂട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള ബാക്കി 30 ക്വസ്റ്റ്യൻസ് വീണ്ടും വായിക്കുകയാണ്. ഈ സ്കിപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കൺസെപ്ച്വൽ ആയ ചോദ്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിച്ച് അറ്റംപ്റ്റ് ചെയ്യണം. ബിക്കോസ് വി നീഡ് ടു ഇൻക്രീസ് ദ അറ്റംപ്റ്റ് കുറച്ച് വെച്ചു. 20 ചോദ്യത്തിൽ 20ഉം ശരിയായി. അങ്ങനെയാണെങ്കിൽ ആക്യുറസി എത്രയാണ്? 100% ആണ്. ആക്യുറസിക്കാണോ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക PSCയിൽ നിന്ന്? ഒരിക്കലും അല്ല. ഒരു ചോദ്യം എഴുതി ആ ഒരു ചോദ്യം ശരിയാണെങ്കിൽ ആക്യുറസി എത്രയാണ്? 100% ആണ്. 100% ഉള്ള ആൾക്ക് ഫസ്റ്റ് റാങ്ക് ആണോ PSC നൽകുന്നത്? അല്ല. PSCക്ക് എന്താ വേണ്ടത്? സ്കോർ ആണ് വേണ്ടത്. നമ്മൾ അറ്റംപ്റ്റ് കൂട്ടണം. അറ്റംപ്റ്റ് കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടെസ്റ്റ് പേപ്പറുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ സെക്കൻഡ് റീഡിങ്ങിൽ നിങ്ങളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് മാത്രം സെപ്പറേറ്റ് ആയി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈൻ. ഇതിൽ നിന്ന് എല്ലാ ചോദ്യങ്ങളും ശരിയാവണമെന്നൊന്നുമില്ല. ഇതിൽ നിന്നൊരു നെറ്റ് പോസിറ്റീവ് വാല്യൂ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 5 or 6 മാർക്സ് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയി കൂടുന്നുവെങ്കിൽ you have the basic knowledge, basic understanding, basic common sense to go for elimination techniques. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സാമിന് 10 മാർക്ക് കൂടുതൽ കിട്ടുന്നു നെറ്റ്, ഒരു എക്സാമിന് 0 കിട്ടുന്നു, ഒരു എക്സാമിന് നെഗറ്റീവിലേക്ക് പോകുന്നു, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ഡേഞ്ചറസ്. അതിൻ്റെ അർത്ഥം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ കൺസിസ്റ്റൻ്റായി നിങ്ങൾക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, നെറ്റ് ഒരു പോസിറ്റീവ് വാല്യൂ നിങ്ങൾ ഉറപ്പാണ് എന്ന് കരുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസിനോടൊപ്പം ആഡ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ യു ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് ടോപ്പ് ലെവൽ കോൺഫിഡൻസ്. കാരണം എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആയി തന്നെ മുന്നോട്ട് പോകാനുള്ളത് നിങ്ങൾ മോക്ക് ടെസ്റ്റിലൂടെ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു. ഇതാണ് ഹയർ ലെവൽ എക്സാമിനേഷനിൽ എപ്പോഴും സംഭവിക്കുക കേട്ടോ. UPSC എക്സാമിനേഷൻ ഉൾപ്പെടെ, KAS എക്സാമിനേഷൻ ഉൾപ്പെടെ നമ്മൾക്ക് മുഴുവനും അറിഞ്ഞിട്ട് പ്രിലിംസോ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജോ ഒന്നും കടക്കാൻ പറ്റില്ല.
നമുക്ക് ചിലപ്പോൾ ഒരു 40 ക്വസ്റ്റ്യനോ 45 ക്വസ്റ്റ്യനോ ഒക്കെ ആയിരിക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 90 ആയിരിക്കും. പക്ഷേ കട്ട് ഓഫ് ഡെഫിനറ്റ്ലി ചിലപ്പോൾ 100+ അല്ലെങ്കിൽ 110+ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് കൂട്ടണം. പിന്നെ നമ്മളുടെ അവസ്ഥയാണ് 45 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 10-15 ക്വസ്റ്റ്യൻ തെറ്റുമായിരിക്കും, ആൻസർ തെറ്റുമായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അറ്റംപ്റ്റ് കുറച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നും കിട്ടില്ല. ഇൻക്രീസ് ദ അറ്റംപ്റ്റ്. അതായത് 100 ചോദ്യമുള്ളൊരു പേപ്പറിൽ നിങ്ങളുടെ ഒരു ഡീസൻറ്റ് അറ്റംപ്റ്റ് എപ്പോഴും ഒരു 80+ ആയിരിക്കണം. 80+ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല. പിന്നെ എക്സെപ്ഷണലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കുറവ് അറ്റംപ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യമുള്ളൂ. ഈ 2 ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ കമ്മിങ് ടു അവർ ടോപ്പിക്, നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മൾ നിർത്തിയത് എന്താണ്? നമ്മൾ നിർത്തിയത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ജസ്റ്റ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. Isn't it? The fundamental law of the land. So fundamental law of the land എന്ന് പറയാനുള്ള കാരണം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനെ? Why do you say that constitution is the fundamental law of the land? Or if the PSC asks you, PSC ചോദിക്കുകയാണ്, which among the following is the most appropriate reason to mention the constitution as the fundamental law of the land? താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ഭരണഘടനയെ മൗലിക നിയമ സംഹിത എന്ന് വിശേഷിപ്പിക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ കാരണം എന്താണ് എന്ന് PSC ചോദിച്ചാൽ വാട്ട് വിൽ യു ബി ഗിവിംഗ് ആസ് ദ ആൻസർ? ദർ ഷുഡ് ബി ആൻ ആൻസർ. നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, say for example electrons, neutrons, protons, those are fundamental particles എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ? Why do you say that those are fundamental particles? അത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് ഈ പാർട്ടിക്കിൾസിൽ നിന്നാണ് മറ്റ് മാറ്റേഴ്സ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ? Similarly, when it comes to the constitution, it is from this fundamental law of the land that all the other laws are originated. നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റ് നിയമങ്ങൾ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് ഈ നിയമ സംഹിതയിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തരുന്ന ഓപ്ഷനിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ബേസിക് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഗ്യാരണ്ടീഡ് ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. അതാണോ കാരണം? നോ, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് ഓൾ ദ അതർ ലോസ് ഒറിജിനേറ്റ്സ് ഫ്രം ദിസ് ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. And that is the reason why we say that the constitution is the fundamental law of the land. Say for example, you might have heard about, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു നിയമത്തിന്റെ പേര്, say for example the RTI Act. അല്ലേ? PSCയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് RTI Act എന്ന് പറയുന്നത്. ഈ RTI Act നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ്? എനിബഡി? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ RTI Act നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഡു യു ഹാവ് ആൻ ഐഡിയ? എനിബഡി? യെസ്, വെരി ഗുഡ്. യെസ്, ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. അതിൽ ചിലർക്ക് തെറ്റിപ്പോകുന്നുണ്ട്. ഇറ്റ് ഇസ് ആസ് പെർ ആർട്ടിക്കിൾ നമ്പർ 19(1)(a which provides for the freedom of speech and expression. The freedom of speech and expression. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവരാവകാശ നിയമം. സർ, എങ്ങനെയാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമം വരിക? സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വോട്ട് ചെയ്യുന്നു, ദാറ്റ് ഇസ് യുവർ ഒപ്പീനിയൻ അല്ലേ? നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ. നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് ഒത്തൻറ്റിക് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹൗ ദ ഗവൺമെന്റ് പെർഫോംസ് അല്ലേ? ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിച്ചാൽ മാത്രമല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒത്തൻറ്റിക് ആവൂ. And that is the reason we say that RTI is the master key of democracy.
ജനാധിപത്യത്തിൽ there is equal value for dissent. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം, അല്ലെങ്കിൽ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായും യോജിക്കാതിരിക്കുക, വിയോജിപ്പിനെയാണ് നമ്മൾ ഡിസെന്റ് എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡിസെന്റ് കൂടിയാണ്, നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശം കൂടിയുണ്ട്. അപ്പോൾ വിയോജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഗവൺമെൻറ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് ഇനി വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കൂ. So if you get information, then only you would be able to express your opinion. അല്ലേ? അപ്പോൾ ഈ RTI ആക്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ്? ദാറ്റ് ഇസ് ആർട്ടിക്കിൾ നമ്പർ 19(1)(a). That means this is constitution and this is a law. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ നിയമം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. Isn't it? Say for example, there is the Protection of Civil Rights Act. Protection of Civil Rights Act. ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? യു നോ ദാറ്റ് ദ സിവിൽ റൈറ്റ്സ് ആക്ട് ഇസ് ഓൾസോ നോൺ ആസ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട്. അല്ലേ? അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നും നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിനെ പറയാറുണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിന്റെ മുൻകാല നാമം എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് ആയിരുന്നു. ദാറ്റ് വാസ് സംതിങ് വിച്ച് വാസ് ഫ്രെയിംഡ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ നമ്പർ 17. തൊട്ടുകൂടായ്മ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ്, പാർലമെന്ററി നിയമമാണ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട്, വിച്ച് മീൻസ് ദിസ് ഇസ് ദ റീസൺ വൈ വി സേ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. ഭരണഘടന പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഓൾസോ നോൺ ആസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനെ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്? വാട്ട് ഇസ് ദ റീസൺ? Why do you refer the constitution as the supreme law of the land? Say for example, you have the Constitution of India. Indian Constitution ഇവിടെയുണ്ട്. And you have different constitutional bodies established by the Constitution. Say for example, you have the President of India, രാഷ്ട്രപതി ഉണ്ട്. You have the Supreme Court. You have the parliament. You have the very powerful, the popular prime minister. You have the election commission of India. You have the comptroller and auditor general. You have the union public service commission. ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണ്? ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ താഴെയാണല്ലേ. ആരെങ്കിലും ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷന് മുകളിൽ പോയിട്ടുണ്ടോ? നോ. ദിസ് ഇസ് ദ റീസൺ വൈ ഡു വി സേ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്. നത്തിങ് ഇസ് ബിയോണ്ട് ദ അതോറിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അതീതമായി ഇന്ത്യയിൽ യാതൊന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ ദ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Supremacy of the Constitution. Fine. So രണ്ട് definitions ആണ് നമ്മൾക്ക് മനസ്സിലായത്. that the Constitution is the fundamental law of the land as well as the Constitution is supreme. That is the supreme law of the land. Now fine. Constitution ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? സേ ഫോർ എക്സാമ്പിൾ, ഹിറ്റ്ലറുടെ ജർമ്മനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ചൈനയ്ക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രശ്നമൊന്നും തീരില്ല. മറ്റൊരു കാര്യം കൂടി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണലിസം.
അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരാശയമാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ആൻഡ് യു മേ സേ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതാണ് എന്ന് PSC ചോദിച്ചാൽ, PSC നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. വൈ? ബിക്കോസ് ദ NCERT ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്ക് ക്ലിയർലി എക്സ്പ്ലെയിൻസ് ദിസ് ഐഡിയ. വളരെ ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഐഡിയയാണ്, ലക്ഷ്യമാണ്. എന്തായിരിക്കണം ഈ പ്രധാനപ്പെട്ട ലക്ഷ്യം? ഈ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ നമ്മൾ വിളിക്കുന്നത് ലിമിറ്റഡ് ഗവൺമെന്റ്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ലിമിറ്റഡ് ഗവൺമെന്റ്? നിയന്ത്രിത ഗവൺമെന്റ് ആണ്. അപ്പോൾ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സർ, ഗവൺമെന്റിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? ഗവൺമെന്റ് വളരെ ശക്തമാവണ്ടേ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. ഗവൺമെന്റ് ശക്തമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ, ഹി ഈസ് വെരി പവർഫുൾ. അദ്ദേഹം പവർഫുൾ ആവുമ്പോൾ എന്താണ് പ്രശ്നം? ജനങ്ങൾക്ക് അവകാശങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലേ? അപ്പോൾ ഗവൺമെന്റ് അത്രയും ശക്തമാവാൻ പാടുണ്ടോ? ഇല്ല, ഗവൺമെന്റ് അത്രയും ശക്തമാവാൻ പാടില്ല. യുവർ ഗവൺമെന്റ് ഷുഡ് ബി സ്മോൾ. യുവർ ഗവൺമെന്റ് ഷുഡ് നോട്ട് ആക്ട് ലൈക്ക് ആൻ അതോറിറ്റേറിയൻ ഗവൺമെന്റ്. ഒരു സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനമായി ഒരു കാരണവശാലും ഗവൺമെന്റ് മാറാൻ പാടില്ല. ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണലിസം. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഗവൺമെന്റിനോട് പറയാണ്, അകാരണമായി അന്യായമായി ഒരു കാരണവശാലും ഈ അവകാശങ്ങൾ നിയന്ത്രിക്കാൻ പാടില്ല. നിയന്ത്രിക്കപ്പെട്ടാൽ ഈ വ്യക്തിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി ഭരണഘടനയുടെ സംരക്ഷകനാണ്. ദ സുപ്രീം കോർട്ട് വിൽ ഇഷ്യൂ ഓർഡേഴ്സ് ഇൻ ദ നെയിം ഓഫ് റിറ്റ്സ് to establish the rights violated. ഈ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാൻ ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണലിസം മീൻസ് ലിമിറ്റഡ് ഗവൺമെന്റ്. ഗവൺമെന്റ് നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഉണ്ടായാൽ പ്രശ്നങ്ങളൊക്കെ തീരുമോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കാരണം 1975 നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അല്ലേ? വി ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഹാവ് ഈവൻ കോൺസ്റ്റിറ്റ്യൂഷണലിസം. 1975 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണലിസവും ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇന്ദിരാഗാന്ധി ഹാസ് പ്രൊക്ലെയിംഡ് ഇന്റേണൽ എമർജൻസി, അല്ലേ? ഇന്റേണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തു. വിച്ച് മീൻസ് അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് വേണ്ടത് എന്താണ്? അൾട്ടിമേറ്റ്ലി വേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനോ കോൺസ്റ്റിറ്റ്യൂഷണലിസമോ ഒന്നും അല്ല. വി റിക്വയർ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ധാർമ്മികതയാണ് ഉണ്ടായിരിക്കേണ്ടത്. ജൂൺ 25 ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടി വരും? ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ഭരണഘടനാ ധാർമ്മികത ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റെവറൻസ് ഓർ ദ റെസ്പെക്ട് ടുവേർഡ്സ് ദ വാല്യൂസ് of the constitution by the government and the people. What do you mean by this is that ഭരണഘടനയിലെ ആദർശങ്ങൾ, മൂല്യങ്ങൾ എന്നിവയോട്
ജനങ്ങളും ഗവൺമെൻറ്റും ഒരേപോലെ പുലർത്തേണ്ടുന്ന വിധേയത്വം, ബഹുമാനം, ആദരവ്, ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം നോക്കുക. ബ്രിട്ടനിൽ എഴുതപ്പെട്ടിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇല്ല. ബ്രിട്ടന് അലിഖിത ഭരണഘടനയാണുള്ളത്, അല്ലേ? പക്ഷെ ബ്രിട്ടൻ എപ്പോഴെങ്കിലും ഒരു സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനമായി മാറുന്നുണ്ടോ? ജസ്റ്റ് ലൈക്ക് ദ കിം ജോങ് ഉന്നിനെ പോലെ ഒരു സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനമായി ബ്രിട്ടൻ മാറുന്നുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ദ ലീഡേഴ്സ് ഓഫ് ബ്രിട്ടൻ, ദേ ഹാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അവർക്ക് ഭരണഘടനാ ധാർമ്മികതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇൻഫാക്റ്റ് അംബേദ്കർ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അംബേദ്കർ പറഞ്ഞത്, ഇന്ത്യയിലെ ജനങ്ങളെ സമരം ചെയ്ത് നേടിയെടുക്കാൻ പഠിപ്പിച്ച് വഷളാക്കിയത് ഗാന്ധിയാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞത്, ഇന്ത്യയിലെ ജനങ്ങളെ എന്ത് കാര്യമാണെങ്കിലും സമരം ചെയ്ത് നേടിയെടുക്കാം എന്ന് പറഞ്ഞ് വഷളാക്കിയത് ഗാന്ധിയാണ്. ഒരു പരിധിവരെ അത് ശരിയല്ലേ? നിങ്ങളോട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലേ. And even Dr. Ambedkar has said, I will not refer Gandhi as Mahatma. ഞാൻ ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിശേഷിപ്പിക്കില്ല. ഹി ഈസ് ജസ്റ്റ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അംബേദ്കർ പറയുന്നത് ഇതാണ്: സമരം ചെയ്യുക എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ല. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കർഷക സമരത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? കർഷക സമരത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നോർത്ത് ഇന്ത്യയിലടക്കം വലിയ പ്രക്ഷോഭം കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തിനെതിരായിരുന്നു? കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക നിയമങ്ങൾക്കെതിരെ, അല്ലെ? അഗ്രികൾച്ചറൽ ലോസിനെതിരെ. ഈ കർഷകർക്ക് അംബേദ്കർ ഇപ്പോൾ ഉണ്ടെങ്കിൽ അംബേദ്കർ പറയും, ഈ കർഷകർക്ക് എന്തില്ല? ഭരണഘടനാപരമായ ധാർമ്മികതയില്ല എന്ന് പറയും. വൈ? ഈവൻ സേ ഫോർ എക്സാമ്പിൾ, കർഷകരുടെ കാര്യം വിട്ടേക്കൂ. നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത് നിങ്ങൾ കണ്ടു, അല്ലേ? അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് സെഡ് ദാറ്റ് ദീസ് ആസ്പിരൻസ് ഓൾസോ ഹാസ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഭരണഘടനാ ധാർമ്മികതയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ? സി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗവൺമെന്റിന്, ദ ഗവൺമെന്റ് ഹാസ് 3 organs, ദാറ്റ് ഇസ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നു, ദാറ്റ് ദേ വിൽ ഇംപ്ലിമെന്റ്. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ദേ വിൽ ഫ്രെയിം ദ ലോസ്. ആൻഡ് ദ ജുഡീഷ്യറി വിൽ റിസോൾവ് ദ ഡിസ്പ്യൂട്ട്. സോ ലെജിസ്ലേച്ചർ, അതായത് കേരള സംസ്ഥാന നിയമസഭ ഒരു നിയമം നിർമ്മിക്കുന്നു. കേരള ഗവൺമെന്റ് ആ നിയമം നടപ്പിലാക്കുന്നു. ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ആ നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനീതി ഉണ്ടെങ്കിൽ, ഭരണഘടനാ വിരുദ്ധതയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നു. അപ്പോൾ അംബേദ്കറുടെ ഫിലോസഫി പ്രകാരം ഈ PSC ആസ്പിരൻസ്, CPO ഉദ്യോഗാർത്ഥികൾ, ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ട് എങ്കിൽ, നിങ്ങൾക്കറിയാം PSC എന്ന് പറയുന്നത് നിയമപരമായി ഒരു റിക്രൂട്ട്മെന്റ് ബോഡി മാത്രമാണ്. PSCക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് PSCയുടെ ദൗത്യം. ഒരു എക്സാമിനേഷൻ നടത്തി അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലിസ്റ്റ് ഗവൺമെന്റിന് ഫോർവേഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങളെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോയിന്റ്മെന്റ് അതോറിറ്റി ആരാണ്? അത് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഈ ലിസ്റ്റിൽ 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്നത് പ്രകാരം അപ്പോയിന്റ്മെന്റ് നൽകണമെന്നോ, അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് നൽകണമെന്നോ, ഇത്ര കാലത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് നൽകണമെന്നോ ഒന്നും ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള, നിങ്ങളുടെ പ്രതിനിധികൾ നിർമ്മിച്ചിട്ടുള്ള നിയമപ്രകാരം ഈ ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലും നിയമനം നടത്താം. അപ്പോൾ നിങ്ങൾ അധികാരം കൊടുത്തിട്ടുള്ള പ്രതിനിധികൾ തന്നെയല്ലേ ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ആ നിയമത്തിലുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. കോടതിയെ സമീപിക്കാം.
അതിനുവേണ്ടിയാണ് ജുഡീഷ്യറിയെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ജുഡീഷ്യറിയിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ ഡു യു ഹാവ് എനി ഫർദർ ഓൾട്ടർനേറ്റീവ്? ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ നമ്പർ 19 1D provides for the formation of associations. Sorry, 19(1)(c) അല്ലേ? സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. സർ, സംഘടനകൾ രൂപീകരിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? സംഘടനകൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഈവൻ ഫോം പൊളിറ്റിക്കൽ പാർട്ടീസ്. Then what, sir? Then contest the elections. Then what, sir? Then you become the power. Then what, sir? Change the law. നിയമത്തിൽ മാറ്റം വരുത്തുക. That is how you can engage in building of the nation. This is what do you mean by constitutional morality. ഇതാണ് ഭരണഘടന ധാർമ്മികത എന്ന് പറയുന്നത്. And this is what the constitution gives you as the power. അല്ലേ, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ റാലിയിൽ പങ്കെടുത്തു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ എന്താ ചെയ്തത്? ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജനങ്ങളോട് സംവദിച്ചു, പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഭരണത്തിലെത്തി. Now they can change the law. Fine. So this is the philosophy of constitutional morality. അപ്പോൾ ഈ 3 വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. Constitution is the fundamental law of the land. Constitutionalism is the limited government. Constitutional morality is the respect towards the constitution or the values of the constitution. That's it. ഈ 3 കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. Now what do you mean by polity? എന്താണ് polity എന്ന് പറഞ്ഞാൽ? What do you mean by polity? What do you mean by polity? How will you define polity? അപ്പോഴേക്കും നമ്മൾ മരിക്കും സർ. ഇതൊക്കെ ഫിലോസഫി ആണ്. ഇതൊക്കെ റിയാലിറ്റിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. All these are philosophies. സ്വാഭാവികമായും നമ്മളുടെ ജനാധിപത്യത്തിൽ ജനസംഖ്യ വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് കോടതിയുടെ മുമ്പിൽ കെട്ടിക്കിടക്കുന്ന കേസൊക്കെ അത്ര പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ റിയാലിറ്റിയാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട്. നിങ്ങൾ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ വോയിസ് ഫോർ കൊച്ചി എന്ന് പറയുന്ന മറ്റൊരു യുവജന സംഘടനയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റാത്തതാണോ? അല്ല, നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അത്രത്തോളം പ്രസക്തമാണ്. അത് വലിയൊരു വിഭാഗത്തെ ബാധിക്കുന്നു എങ്കിൽ. Fine. Yes. Now what do you mean by polity? See, polity is the system in which the constitution is in run. പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ സിസ്റ്റത്തിലുള്ളത്. ആ സിസ്റ്റത്തെ ടോട്ടലി നമ്മൾ വിളിക്കുന്ന പേരാണ് പൊളിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി. അതായത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് മൂവിങ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ചേഞ്ചിങ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഇംപ്ലിമെൻറ്റഡ്. That is what is polity. Now what do you mean by politics? Politics എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി ഇതൊക്കെ മെൻഷൻ ചെയ്യുന്നത്. What do you mean by politics? Power. The struggle for power. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയെന്ന് വിചാരിക്കുക. ദർ വിൽ ബി എ കോമ്പറ്റീഷൻ, അല്ലേ? ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. രാഷ്ട്രീയമല്ല പൊളിറ്റിക്സ്. രാഷ്ട്രീയമാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല പൊളിറ്റിക്സ്, കേട്ടോ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അധികാരത്തിന് വേണ്ടിയുള്ളൊരു സ്ട്രഗിളാണ്, ഒരു കോമ്പറ്റീഷനാണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ നെഗറ്റീവ് ടേം. ഇതൊരു നെഗറ്റീവ് ടേം അല്ല, ഇത് പോസിറ്റീവാണ്.
അപ്പോൾ നിങ്ങളുടെ സ്കൂളിലാണെങ്കിലും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഈവൻ നിങ്ങളുടെ ഫാമിലിക്കകത്താണെങ്കിൽ പോലും ദർ വിൽ ബി എ പൊളിറ്റിക്സ്. It is basically the struggle for power. Fine. So these are the basic terminologies that you need to understand. So now we will come to the syllabus. See, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്, സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് 5 മാർക്കാണ് ഇവിടെ നിന്ന് ലഭിക്കുക. ഈ 5 മാർക്ക് താരതമ്യേന എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഇക്കണോമിക്സ് പോലെ അല്ലെങ്കിൽ ഹിസ്റ്ററി പോലെ ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് അല്ല പൊളിറ്റി. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദ സബ്ജക്റ്റ് ഹാസ് ഗോട്ട് എ ഹ്യൂജ് വോളിയം. സബ്ജക്റ്റിൻ്റെ വോളിയം വളരെ കൂടുതലാണ്. അതായത് ഇവിടെ പൊളിറ്റി ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ദ സിസ്റ്റം ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ആക്ടിവേറ്റഡ്. ഭരണഘടന ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യപ്പെടുന്ന സിസ്റ്റം, അതിനെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. ഫൈൻ. സോ കമ്മിങ് ബാക്ക്, ദ വോളിയം ഓഫ് ദിസ് സബ്ജക്റ്റ് ഇസ് ദ ചലഞ്ച്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഹിസ്റ്ററിയിൽ നിങ്ങൾ വ്യത്യസ്ത സ്ട്രീംസിനെ പറ്റി പഠിക്കും. സ്വാഭാവികമായും നിങ്ങൾക്ക് മെഡീവൽ ഇന്ത്യ, ദെൻ മോഡേൺ ഇന്ത്യ, യു വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞാൽ വോളിംനെസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ പഠിച്ചാൽ ഇറ്റ് ഈസ് റിവാർഡിങ് ആണ്. നിങ്ങൾക്ക് അതിനുള്ള റിട്ടേൺ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കംഫർട്ട് ഫീലിംഗ് വരിക. മാർക്ക് മൈ വേർഡ്സ്, ഒരു കംഫർട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഉണ്ടാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിലായിരിക്കും. ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് ദ സബ്ജക്റ്റ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഈ സബ്ജക്റ്റ് ഫ്രീക്വൻ്റ്ലി എത്തിക്കൊണ്ടിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പാർലമെൻറ്റിനെ പറ്റി കേൾക്കുന്നു, നിങ്ങൾ സുപ്രീം കോർട്ടിനെ പറ്റി കേൾക്കുന്നു, നിങ്ങളൊരു ബില്ല് പാസ്സാക്കിയതിനെ പറ്റി കേൾക്കുന്നു, നിങ്ങൾ PSCയെ പറ്റി കേൾക്കുന്നു, നിങ്ങൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിനെ പറ്റി കേൾക്കുന്നു. അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളെ പറ്റിയും നിരന്തരമായി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കുന്നോ, അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ന്യൂസ് പേപ്പർ ആണെങ്കിലും പുറമേ ആണെങ്കിലും, ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ദീസ് തിങ്സ് ഇൻകൾക്കേറ്റഡ് ടു യു. നിങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ എത്തിക്കൊണ്ടിരിക്കും. അതാണ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ചലഞ്ചും ബ്യൂട്ടിയും. ഫൈൻ. സോ നമ്മൾ എന്തൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ പഠിക്കേണ്ടത്? വി വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, എങ്ങനെയാണ് ഭരണഘടന, ആമുഖത്തെ പറ്റി നമ്മൾക്ക് പഠിക്കണം. വി വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദ സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്കൻഡ് പാർട്ട്. പക്ഷെ നമ്മൾ ബ്രീഫായിട്ട് ഫസ്റ്റ് പാർട്ട് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. കാരണം ഒന്നുകിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ റെക്കോർഡിങ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് തരുമായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് ലൈവിൽ തന്നെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഫസ്റ്റ് പാർട്ടുമായി ബന്ധപ്പെട്ടും ചില ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ സിലബസ്. ഫൈൻ. ഫസ്റ്റ് പാർട്ടിൻ്റെ ടൈറ്റിൽ എന്താണ്? ഫസ്റ്റ് പാർട്ട് ഇസ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളും എന്ന ആദ്യ ഭാഗവും നമ്മൾ ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ യു നോ ദാറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സെപ്പറേറ്റ് പാർട്ടായി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പാർട്ടുണ്ട്. വി വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റീസൺസ്. എന്തുകൊണ്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാരണം വി വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇന്ന് സിറ്റിസൺഷിപ്പ് നിർണ്ണയിക്കപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്നത് നമ്മൾക്ക് മനസ്സിലാക്കണം. അതോ മറ്റേതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. ആ നിയമം നിർമ്മിക്കാൻ അധികാരം നൽകിയത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. സോ വി വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് കോംപ്രിഹെൻസീവ്ലി റിഗാർഡിംഗ് സിറ്റിസൺഷിപ്പ്. കമ്മിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, നമ്മളുടെ എൻറ്റയർ PSC പ്രിപ്പറേഷനിൽ if you ask me, sir, which is the one topic that I will not be skipping about, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഏതാണ് എന്ന് ചോദിച്ചാൽ
without any doubt, I am sure that any faculty, regardless of the subject, നിങ്ങളോട് പറയുന്നത് learn fundamental rights and go for the exam. Fine. So we will be almost investing more than 9 hours for this particular topic. Fundamental rights എന്ന് പറയുന്ന ടോപ്പിക്കിന് ഓൾമോസ്റ്റ് 9 മണിക്കൂറിലധികം സമയമാണ് സാധാരണഗതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. വി വിൽ ഗോ ഫോർ ദാറ്റ് കോംപ്രിഹെൻസീവ്ലി. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായി വ്യത്യസ്ത റിട്ടുകൾ വളരെ രസകരമായി നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഒരു കാർട്ടൂണൊക്കെ ഉപയോഗിച്ച്, ഒരു മീമൊക്കെ ഉപയോഗിച്ച് എങ്ങനെ നമ്മൾക്ക് റിട്ട് ഒരിക്കലും മാറിപ്പോകാത്ത രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വി വിൽ ട്രൈ. We will figure out. Then we will come to the next one, that is directive principle of state policy. ഒരു സെക്കൻഡ് ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ചില ഏരിയയാണ് DPSP എന്ന് പറയുന്നത്. So DPSPs are known as the rights outside fundamental rights. മൗലിക അവകാശങ്ങൾക്ക് പുറത്തുള്ള അവകാശങ്ങളാണ് DPSP എന്ന് പറയുന്നത്. We will discuss comprehensively regarding article number 36 to 51. ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിരുന്നില്ല, പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി. എന്തുകൊണ്ട് ഒറിജിനലി ഭാഗമായിരുന്നില്ല, പിന്നീട് ഭാഗമായി എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾക്ക് മനസ്സിലാക്കണം. അതാണ് കൺസെപ്ച്വൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഫോർ എവ്രി ക്വസ്റ്റ്യൻ യു ആസ്ക് വൈ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ച് നിങ്ങൾ പഠിക്കുന്നതിനെയാണ് ലേണിംഗ് ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ യു വിൽ ഹാവ് ടു ലേൺ ദ കോൺസെപ്റ്റ്സ്. Now, we will have to understand about the structure of the government. You will have to learn about, see, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്നാണ് മലയാളത്തിൽ സിലബസിനെ പറ്റി പറയുക അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്നുള്ള ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാമെന്ന് നമ്മൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ നിങ്ങൾ 3 ഓർഗൻസിനെ പറ്റിയും പഠിക്കണം. ദാറ്റ് ഈസ് യു വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദി എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ദ ജുഡീഷ്യറി. ലേൺ അബൌട്ട് എക്സിക്യൂട്ടീവ്, ലേൺ അബൌട്ട് ലെജിസ്ലേച്ചർ ആൻഡ് ഈവൻ ലേൺ അബൌട്ട് ദ ജുഡീഷ്യറി. ഫൈൻ. സോ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ യു വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദി എക്സിക്യൂട്ടീവ് അറ്റ് ദ യൂണിയൻ ലെവൽ. കേന്ദ്ര തലത്തിലെ എക്സിക്യൂട്ടീവിനെ പറ്റിയും സംസ്ഥാന തലത്തിലെ എക്സിക്യൂട്ടീവിനെ പറ്റിയും നിങ്ങൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ, say for example, you will have to learn about one of the most important chapter, that is the President of India, the Vice President of India, the Prime Minister, the Union Council of Ministers, Kendra Mantri Sabha, Union Council of Ministers. At the state level, you will have to learn about the Governor. Vice Governor state undo. സ്റ്റേറ്റിന് വൈസ് ഗവർണർ ഉണ്ടോ? ഞാനൊരു ക്ലാസ്സിൽ ഗവർണർ കഴിഞ്ഞിട്ട് ചീഫ് മിനിസ്റ്റർ എന്ന് എഴുതിയപ്പോൾ എന്നോട് ഒരു ആസ്പിറൻറ്റ് പറഞ്ഞതാണ്, സർ വൈസ് ഗവർണർ വിട്ടുപോയി. വൈസ് ഗവർണർ ഉണ്ടോ? നോ, യു ഡസ് നോട്ട് ഹാവ് വൈസ് ഗവർണർ. ഗവർണർ കഴിഞ്ഞാൽ പിന്നെ ചീഫ് മിനിസ്റ്റർ. യു വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സംസ്ഥാന മന്ത്രിസഭയെ പറ്റി പഠിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എത്ര ചാപ്റ്ററാണ് പഠിക്കേണ്ടത്? 1, 2, 3, 4, 5, 6, 7 chapters. And that is what is executive. ഇതാണ് എക്സിക്യൂട്ടീവ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ എക്സിക്യൂട്ടീവ് ഇതാണ്. കോൺസ്റ്റിറ്റ്യൂഷന് പുറത്ത് എക്സിക്യൂട്ടീവിനെ പറ്റി ഡീൽ ചെയ്യുന്നുണ്ട്. അത് ഗവേണൻസിൻ്റെ ഭാഗമായി പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ബ്യൂറോക്രസിയെ സംബന്ധിച്ച് you will have to learn as part of governance. Now coming to the legislature. At the union level, there is a legislature, and even at the state level, there is legislature. At the union level, you have the parliament, and at the state level, you have the state legislature. കേന്ദ്ര തലത്തിൽ പാർലമെന്റ് ഉണ്ട്, സംസ്ഥാന തലത്തിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ യൂണി ക്യാമറൽ ആയിരിക്കും, ചില സംസ്ഥാനങ്ങളിൽ ബൈ ക്യാമറൽ ആയിരിക്കും. ആൻഡ് പാർലമെന്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ ലെങ്തിയസ്റ്റ് ചാപ്റ്റർ ഏതാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. പാർലമെന്റിന് നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒരു 12 hours സമയം ലൈവ് ക്ലാസ് ആണെങ്കിൽ വി വിൽ ബി റിക്വയറിംഗ് ടു കംപ്ലീറ്റ് ദ പാർലമെന്റ്.
And when coming to the judiciary, you will have to learn about another important topic, that is the Supreme Court of India. Interesting ആണ്, അതേസമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ടോപ്പിക്. As well as at the state level, you will have to learn about the high courts and other subordinate courts. മറ്റ് കീഴ്ക്കോടതികൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ സുപ്രീം കോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി വിൽ കംപ്ലീറ്റ് the executive, the legislature, as well as even the judiciary. നിങ്ങൾ LSGS മെയിൻസ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ യു വുഡ് ഹാവ് കവേർഡ് ദിസ് പാർട്ട്. ഇപ്പോൾ കേൾക്കാമോ? ഓഡിബിൾ ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. Can you just comment if it is audible for you? ഓക്കെ ആയി എന്നൊരാൾ പറയുന്നുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ കേൾക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇറ്റ് സ്റ്റിൽ ബഫറിങ് ഫോർ മീ. ചിലർക്ക് ഓക്കെ ആണ്, മറ്റുള്ളവർക്ക് സ്റ്റിൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഓക്കെ നിങ്ങളൊന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്ത് നോക്കൂ. Okay, fine. So I think the problem is rectified. പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. യാ, ഫൈൻ. യെസ്, അപ്പോൾ നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ പറ്റി പഠിക്കണം. ദെൻ കമ്മിങ് ടു സെർട്ടൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എപ്പോഴും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നോക്കിക്കോളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും കേട്ടോ. വൺ ക്വസ്റ്റ്യൻ ഇസ് ഷുവർ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. സോ വി വിൽ ഹാവ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ, വളരെ ഡീറ്റെയിൽഡ് ആയി നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റി പഠിക്കണം. The Comptroller and Auditor General, the Attorney General, Advocate General, the Election Commission of India, the State Election Commission, the Union Public Service Commission, the State Public Service Commission, Finance Commission, State Finance Commission, GST Council. GST Council നിങ്ങൾ ഇക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടും പഠിക്കും. അതേസമയം തന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് വി വിൽ ഡിസ്കസ് ഇൻ ദ ക്ലാസ്. അറ്റ് ദ സെയിം ടൈം വി വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. എന്ന് പറഞ്ഞാൽ we will have to learn about the central state relations, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? അതായത് കേന്ദ്രത്തിൻ്റെ അധികാരപരിധി എവിടെയാണ്, സംസ്ഥാനത്തിൻ്റെ അധികാരപരിധി എവിടെയാണ്,
കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരപരിധി എവിടെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന് സംസ്ഥാനത്തിൽ ഇടപെടാൻ സാധിക്കുക. വിച്ച് മീൻസ് വി വിൽ ഹാവ് ടു ലേൺ അബൌട്ട് ദി കൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം. ഓക്കെ, ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി വി വിൽ ഹാവ് ടു ലേൺ. ഓക്കെ, LSGI കേട്ടിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. LSGI അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. 2 ഭരണഘടനാ ഭേദഗതികൾ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഒന്ന്, റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് പഞ്ചായത്ത്, പഞ്ചായത്തുകളുടെ ഭരണഘടനാവൽക്കരണം. രണ്ടാമത്തേത് മുനിസിപ്പാലിറ്റികളുടെ ഭരണഘടനാവൽക്കരണം. ഈ 2 കൺസെപ്റ്റുകളും നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ള ഭാഗത്താണ് പഠിക്കുക. പ്രിഡോമിനൻ്റ്ലി വിൽ ബി ലേണിംഗ് അബൌട്ട് ദ പഞ്ചായത്ത് ആൻഡ് ദ മുനിസിപ്പാലിറ്റീസ്. That means the 73rd and the 74th Constitutional Amendment Act. Fine. Then we will learn about different constitutional amendments. വ്യത്യസ്ത ഭരണഘടനാ ഭേദഗതികളെ പറ്റി നമ്മൾക്ക് മനസ്സിലാക്കണം. 42nd, 44th എന്നിങ്ങനെ വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്തെല്ലാമാണോ, അല്ലെങ്കിൽ വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണോ അതേ സംബന്ധിച്ച് വി വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ കമ്മിങ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നമ്മൾ വ്യത്യസ്ത ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റി പഠിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിൽ നമ്മൾ പറഞ്ഞു ഫെഡറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കണം. വാട്ട് ഡു യു മീൻ ബൈ ഫെഡറലിസം? എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? ഫെഡറലിസവും PSCക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ് having its own autonomy, recognized by the constitution. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തട്ടുകളിൽ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ സ്വയം ഭരണാധികാരം ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. So you have the central government and the state government. Dual government എന്ന് ഇവിടെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് റോങ്, തെറ്റാണ് കേട്ടോ. ഡ്യുവൽ ഗവൺമെൻറ് വ്യത്യസ്ത സിസ്റ്റമാണ്. ഡ്യുവൽ ഗവൺമെൻറ് അല്ല ഫെഡറലിസം. അങ്ങനൊരു മിസ്കൺസെപ്ഷൻ കുറേ പേർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ടെക്നിക്കലി റോങ്. ഡ്യുവൽ ഗവൺമെൻറ് അല്ല ഫെഡറലിസം. ഫെഡറലിസം ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഫെഡറലിസം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പക്ഷെ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, വ്യത്യസ്ത തട്ടുകളിൽ ഗവൺമെൻറ് നിലനിൽക്കുന്നു. ആ ഗവൺമെൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, യു ഹാവ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. യു ഹാവ് ദ യൂണിയൻ ലിസ്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലിസ്റ്റ്. Central government can operate in the union list. The state government can operate in the state list. അപ്പോൾ വ്യത്യസ്ത തട്ടുകളിൽ ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പിയർ ഉണ്ട്. അതെവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു? ദാറ്റ് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ വി സേ ദാറ്റ് ഇന്ത്യ ഹാസ് ഗോട്ട് എ ഫെഡറൽ സ്ട്രക്ചർ. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സേ ഫോർ എക്സാമ്പിൾ, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇറ്റ് ഹാസ് ഗോട്ട് ദ പവർ ഓവർ ആർമി. സംസ്ഥാന ഗവൺമെന്റിന് there is police. കേന്ദ്ര ഗവൺമെന്റിന് can maintain public order. സംസ്ഥാന ഗവൺമെന്റിന് can maintain law and order. കേന്ദ്ര ഗവൺമെന്റിന് there is railway. സംസ്ഥാന ഗവൺമെന്റിന് there is road. Isn't it? ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന് കയറി പിണറായി വിജയന് സ്വന്തമായിട്ടൊരു ആർമി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നോ സർ, ഇറ്റ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഭരണഘടനാ വിരുദ്ധമാണ്. പിണറായി വിജയന് സ്വന്തമായിട്ടൊരു റിസർവ് ബാങ്ക് ഓഫ് കേരള സ്ഥാപിക്കാൻ പറ്റുമോ? പിണറായി വിജയന് സ്വന്തമായിട്ടൊരു റിസർവ് ബാങ്ക് ഓഫ് കേരള? നോ, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. പിണറായി വിജയന് സ്വന്തമായിട്ടൊരു കറൻസി അച്ചടിച്ച് പുറത്തിറക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ കറൻസി, നമ്മൾക്ക് റുപ്പി വേണ്ട, നമുക്ക് വേറൊരു കറൻസി ആക്കാം.
കാരണം ഒരുപാട് കാശിന് ക്ഷാമമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് പണം അച്ചടിച്ച് പുറത്തിറക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ദോസ് തിങ്സ് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് സെൻറ്റർ. അല്ലേ? പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇല്ലിസിറ്റ് ആയിട്ടുള്ള വഴികളിലൂടെ പണം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, അല്ലേ? വി ഡോണ്ട് നോ. Fine. So I do not want to create a controversy on record. Now we will have to understand about the tribunals. Tribunals എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി? നിങ്ങൾക്കറിയൂ ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പേര് മെസ്സേജിലൂടെയൊക്കെ ചോദിക്കുന്ന സംശയമാണ്, സാർ ഈ ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ mechanism. Alternate dispute resolution mechanism ആണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. അതായത് കോടതിയിലൂടെ നീതി കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് താമസിക്കും, അല്ലേ? കോടതി അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആണ്. എല്ലാത്തരം കേസുകളും ജുഡീഷ്യറിക്ക് പരിശോധിക്കണം. അപ്പോൾ കോടതിയിൽ നിന്ന് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ ഡിലേ ഉണ്ടാകും. ആ ഡിലേ ഒഴിവാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് ട്രിബ്യൂണൽസ്. അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതര എന്നാണ് അർത്ഥം. ഇതര ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം, അതായത് ഇതര തർക്ക പരിഹാര സംവിധാനമാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ആണ്. അപ്പോൾ ഇവർ ടോട്ടലി ജുഡീഷ്യറി ആണോ? അല്ല, പൂർണ്ണമായും ഇവർ ജുഡീഷ്യറി അല്ല. പക്ഷെ ഇവർക്ക് ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ട്രിബ്യൂണൽസിനെ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. ജുഡീഷ്യറിയുടെ കുറച്ച് അധികാരങ്ങളുണ്ട്, പക്ഷെ പൂർണ്ണമായും ജുഡീഷ്യറി അല്ല. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് വേണ്ടി യു ഹാവ് ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ നിങ്ങൾ കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ട്രിബ്യൂണലിനെ സമീപിക്കാം. നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ എക്സാമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഉദ്യോഗസ്ഥ തലത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി there is alternative mechanism, that is the administrative tribunals. Now coming to the National Commission for the Scheduled Caste, the National Commission for the Scheduled Tribes, the National Commission for the Backward Classes, official language, ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. ഈ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പരമാവധി ചോദിച്ചിട്ടുള്ള ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഡീറ്റെയിൽഡായി ഔദ്യോഗിക ഭാഷ, അതുപോലെ റീജിയണൽ ലാംഗ്വേജസ്, ദ ലാംഗ്വേജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, എക്സെട്ര, ആൻഡ് ഈവൻ ദ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് ഇൻ റിലേഷൻ ടു ദ ലാംഗ്വേജസ്. ഫൈൻ. സോ വി വിൽ ലേൺ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ 5 മാർക്കിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നൗ കമ്മിങ് ടു ദ സോഴ്സസ്. എന്തെല്ലാം സോഴ്സസ് ആണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? സ്വാഭാവികമായും ഇവിടുത്തെ പ്രശ്നം, ഈ സോഴ്സസിൻ്റെ കാര്യം പറയുമ്പോൾ ഉള്ള പ്രശ്നം, നിങ്ങൾക്കൊക്കെ അറിയാം സോഴ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സോഴ്സൊക്കെ നമ്മൾക്ക് ടൈം ബൗണ്ടായി വായിച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. പലതരത്തിലുള്ള സോഴ്സ് പറയും. നിങ്ങൾ പറയും, സർ റാങ്ക് ഫയൽ വായിക്കണം. യെസ്, ഗുഡ്, നിങ്ങൾക്ക് റാങ്ക് ഫയൽ വായിക്കാം. സർ മെറ്റീരിയൽസ്, മറ്റ് മെറ്റീരിയൽസ്, സപ്ലിമെൻ്ററി മെറ്റീരിയൽസ് വായിക്കണം. യെസ്, വെരി ഗുഡ്, സപ്ലിമെൻ്ററി മെറ്റീരിയൽസ് വായിക്കാം. സർ NCERT വായിക്കണം. ഓക്കെ, എക്സലൻറ്റ്, NCERT വായിക്കണം. സർ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. വെരി ഗുഡ്, ഫെൻറ്റാസ്റ്റിക്, വായിക്കുക. സർ DD ബസുവിൻ്റെ പൊളിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയുണ്ട് സർ? എക്സലൻറ്റ്, ഫെൻറ്റാബുലസ്, വായിക്കാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ വായിക്കാം. അതല്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ പെട്ടെന്ന് സർവീസിൽ കയറുക എന്നുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊന്നും മുഴുവനും വായിക്കാൻ പറ്റില്ല. സോ വൺ തിങ് ദാറ്റ് യു നീഡ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ് ഇസ് ദാറ്റ് മിനിമൈസ് ദ സോഴ്സസ്. സോഴ്സസ് പരമാവധി മിനിമൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഫാക്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചു കളയാം എന്നൊന്നും വിചാരിക്കരുത്. സോ ഓൾവേസ് വാട്ട് ഇസ് ബെറ്റർ ഇസ് ദാറ്റ്
ഡിപ്പെൻഡ് ഓൺ ദ ലെക്ചേഴ്സ്. ലൈവ് ലെക്ചേഴ്സും റെക്കോർഡഡ് ലെക്ചേഴ്സും കേൾക്കുക. എന്നിട്ട് കേൾക്കുന്നതിനോടൊപ്പം നിങ്ങളൊരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഇതെല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഇതൊക്കെ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ വായിക്കാനാണ് എങ്കിൽ പിന്നെ നമ്മളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യാം. നിങ്ങളുടെ എഫേർട്ട് ഒന്ന് ഈസി ആക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലേ? പഠിക്കേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ നിങ്ങൾ എന്ത് പഠിക്കണം, എത്ര പെട്ടെന്ന് പഠിക്കണം എന്നുള്ളത് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യാം. റെക്കോർഡഡ് വീഡിയോസിലൂടെയും ലൈവ് ക്ലാസ്സിലൂടെയും കോംപ്രിഹെൻസീവായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഒരു ലെക്ചർ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കുക. ഈ ലെക്ചർ നോട്ട് നിങ്ങൾ കയ്യിൽ വെക്കുക. ലെക്ചർ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് NCERT ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ലെക്ചർ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അഡീഷണൽ സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ക്ലാസ് 11 ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിക്കാം. ഈ ടെക്സ്റ്റ് ബുക്ക് ഒരു ചെറിയ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്കാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഈ NCERT വായിക്കാൻ ഞാൻ പറയുന്നത്? ഈ ലക്ഷ്മികാന്ത് വായിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഞാൻ പറയാണ് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ദ റീസൺ, ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് റീസൺ വൈ. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്ക്. ഔദ്യോഗികമാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ ജനാധിപത്യമാണ്, പരമാധികാരമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ഔദ്യോഗികമായ വേർഷൻ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ദാറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ NCERT ടെക്സ്റ്റ് ബുക്ക്. സെക്കൻഡ് റീസൺ, ലക്ഷ്മികാന്തിന് മുകളിൽ ഞാൻ എന്തുകൊണ്ട് NCERT പ്രിഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണല്ലേ. നിങ്ങൾ ചിലർ സേ ഫോർ എക്സാമ്പിൾ ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങൾ BTech പാസ് ഔട്ട് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ BAMS പോലുള്ള കോഴ്സുകൾ പാസ് ഔട്ട് ഉള്ളവരുണ്ടായിരിക്കാം. വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടായിരിക്കാം. LLB പാസ്സായിട്ടുള്ളവരുണ്ടായിരിക്കാം. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കാരണം 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ചൈൽഡിന് വേണ്ടി എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അഡൽട്ടായ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാകും. വളരെ ചെറുതായിട്ടുള്ള കോംപ്രിഹെൻസീവ് പാസേജ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് ഉപയോഗിച്ചിട്ടൊക്കെ കൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മെൻഷൻ ചെയ്തിരിക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. സാർ ഇതും ഞാൻ വായിച്ചു കഴിഞ്ഞു, ഇനിയും എൻ്റെ കയ്യിൽ സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗോ ഫോർ ദ ലക്ഷ്മികാന്ത്. അതൊക്കെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വിടുക. ഫൈൻ. So these are the authentic sources that you can depend on. And of course, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു കറണ്ട് അഫെയേഴ്സ് മാഗസിനോ അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയേഴ്സ് മെറ്റീരിയലോ കൂടി പൊളിറ്റിക്ക് വേണ്ടി റെഫർ ചെയ്യണം. അതിൻ്റെ കാരണം കൂടി ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവൂ പൂർണ്ണമായിട്ട്. ഇത് ഒരു കറണ്ട് അഫെയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവൽ ഒരു എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണ്. ഇതിൻ്റെ ആൻസർ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുകയാണ്. ഇലക്ടോറൽ ബോണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഇലക്ടോറൽ ബോണ്ട് സ്കീം ഭരണഘടനാ വിരുദ്ധമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ വളരെ ടഫായിരുന്നു എന്ന് പറഞ്ഞ് ലീവ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നൗ ഈ ക്വസ്റ്റ്യൻ ടഫാണ് എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എവിടെയാണ്? ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് ഇതിൻ്റെ കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സിൽ വളരെ കൃത്യമായി നമ്മൾ ഇലക്ടോറൽ ബോണ്ടിനെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. ഈ കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ലൈവ് ലോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഫൈൻ. ഈ ലൈവ് ലോ എന്ന് പറയുന്ന വെബ്സൈറ്റ് ബേസ് ചെയ്തിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആ ആർട്ടിക്കിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ആർട്ടിക്കിളിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുമാണ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. എക്സാക്ട്ലി സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ്.
The scheme violates the right to information and the freedom of speech and expression under Article number 19(1)(a) of the Indian Constitution. അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? You can check it. The electoral bond scheme violates the right to information and freedom of speech and expression under Article number 19(1)(a) of the Indian Constitution. Fine. The court rules that the amendment to the Companies Act which allows blanket corporate political funding is unconstitutional. Okay. The court rules that the amendment to the Companies Act which allows blanket corporate funding is unconstitutional. അല്ലേ? അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. യു ഡു നോട്ട് ബോദർ. നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ഫാക്കൽറ്റി ആരാണോ ദോസ് വിൽ ഡെഫിനറ്റ്ലി റെഫർ ദിസ് ടോപ്പിക് ആൻഡ് ഡെലിവർ ടു യു. നമ്മൾ പൊളിറ്റിയുടെ ഭാഗമായിട്ടും പരാമർശിക്കാൻ സാധിക്കുന്ന കറണ്ട് അഫയേഴ്സ് മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങൾ വി വിൽ ഡിസ്കസ്. പക്ഷേ നമ്മൾക്ക് സമയം എന്നുള്ളതൊരു പരിമിതിയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. എല്ലാവർക്കും സ്റ്റക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണോ കണ്ടീഷൻ? സ്റ്റക്കില്ല. ഫൈൻ ഫൈൻ. യാ. സോ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് ആണ്. ഈ സോഴ്സിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സോഴ്സ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ അൺനെസസറി ആയി കാണുന്ന ഫാക്റ്റുകളെല്ലാം തന്നെ ബൈഹേർട്ട് ചെയ്ത് ഇതാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ള കൺവെൻഷണൽ PSC ആസ്പിറൻറ്റിൻ്റെ മെൻറ്റാലിറ്റിയോടുകൂടി നിങ്ങളൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് വരാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, KS എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ നിന്നാണ്. അതായത് താഴെ തന്നിട്ടുള്ളവയിൽ 86th അമെൻമെൻറ്റ് ആക്ടിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ആർട്ടിക്കിൾ നമ്പർ 51A നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കും. യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നൗ UPSC 2021 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്റ്റേറ്റ് എന്നാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ നമ്മൾക്ക് എവിടെ നിന്ന് ലഭിക്കും? എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഫ്രം ദ NCERT ടെക്സ്റ്റ് ബുക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ക്ലാസ് 11 NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്കിതിന് ഉള്ള ആൻസർ ലഭിക്കും. സോ ആൻസർ എന്തായിരിക്കും? വി വിൽ ലുക്ക് അറ്റ് ദ ആൻസർ. ഇത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ്. The word state is often used in this chapter. This does not refer to state government. സംസ്ഥാന ഗവൺമെൻറ്റുകളല്ല. The state, on the other hand, refers to a political institution that represents sovereign people who occupy a definite territory. This is the answer. A politically organized people of definite territory possessing an authority to govern them, maintain law and order, protect their natural rights and safeguard their means of sustenance. Where is the source? The source is the NCERT textbook. ഇനി ഞാൻ മറ്റൊരു സ്ലൈഡ് കാണിക്കുകയാണ്. A constitutional government by definition is. ഇതിൻ്റെ ആൻസർ എന്താ നിങ്ങൾക്കൊന്ന് പറയാമോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? എവ്രിബഡി ഷുഡ് കം ആൻഡ് കമൻറ്റ്. സ്റ്റേറ്റ് ഇന്ത്യയോ എന്ന് ചോദിച്ചിട്ടുണ്ട് സൂരജ്. സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കും സൂരജ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ സംസ്ഥാനമല്ല കേട്ടോ. ലക്ഷ്മികാന്ത് ടെക്സ്റ്റ് വാങ്ങണ്ടേ? നോ, ടെക്സ്റ്റ് വാങ്ങണ്ട. നിങ്ങൾക്ക് PDF അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് ഒന്നും വാങ്ങിച്ച് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. PDF അവൈലബിൾ ആണ്. നമ്മുടെ ലെക്ചർ നോട്ട്സ് ഉണ്ടായിരിക്കും. ലക്ഷ്മികാന്തിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വൊക്കാബ്സ്പീഡിയ മെറ്റീരിയൽ തരും. ദെൻ വൈ ടു ഗോ ഫോർ ദ ടെക്സ്റ്റ് ബുക്ക്? വാട്ട് ഇസ് ദ ആൻസർ? ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് by definition is
എ ലിമിറ്റഡ് ഗവൺമെൻറ്. എവിടെ നിന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്? ഇതിൻ്റെ ആൻസർ കിട്ടുന്നതും NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. സർ ഇതേ കാര്യം തന്നെ ലക്ഷ്മികാന്തിലില്ലേ? ഇല്ല, ലക്ഷ്മികാന്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് എന്ന്, അല്ലേ? The third function of a constitution is to set some limits on what a government can impose on its citizens. These limits are fundamental in the sense that government may never trespass them. Limited government. The constitution limits the power of government in many ways. The most common way of limiting the power, repeating it again and again and again. Read that textbook. Again, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. NCERTയുടെ ഇമ്പോർട്ടൻസ് ബോധ്യപ്പെടുത്തുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് മീൻസ് വാട്ട് ഇസ് ദ ആൻസർ? ഇതിന്റെ ആൻസർ എന്താണ്? ഭരണഘടനാ ഗവൺമെന്റ് എന്നാൽ എന്താണ്? വാട്ട് ഇസ് ദ ആൻസർ? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ ടേംസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞോ സർ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കി. Which one of the following statements best reflect the chief purpose of the Constitution? Chief purpose of the Constitution. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാട്ട് ഇസ് ദ ആൻസർ? അബ്സല്യൂട്ട്ലി ദ ആൻസർ ഈസ് ഡിഫൈൻസ് ആൻഡ് ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഒരേ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ നോക്കിയേ 3 തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. Now the last question for you today is that, sir, when should we start our preparation? Sir, ഞങ്ങൾ ഒരു ബിഗിനർ ആണ്, ഞങ്ങൾ എപ്പോഴാണ് ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ടുഡേ, നൗ. മുഴുവൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ സിലബസ് ഔട്ടായതിനു ശേഷം നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നൊന്നും വിചാരിക്കരുത്. കോൺസെൻട്രേറ്റ് ഫോർ ദ മെയിൻസ്. മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ശേഷം 3-4 മാസം പഠിക്കണം. ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്, അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ അല്ലെങ്കിൽ പേപ്പർ 1. അപ്പോൾ പേപ്പർ 1 നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് ഈ 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും തീർക്കാൻ സാധിക്കും. അതല്ലാതെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സ്പെഷ്യൽ ടോപ്പിക്കും പേപ്പർ 1ഉം കംപ്ലീറ്റ് ചെയ്യാം എന്ന് ഒരു കാരണവശാലും വിചാരിക്കാൻ പാടില്ല. അതൊരു തെറ്റായ സ്ട്രാറ്റജിയാണ്. നമ്മളുടെ ഉദ്ദേശം പ്രിലിംസ് പാസ്സാവുക എന്നുള്ളതല്ല. അങ്ങനെ ആരുടെയെങ്കിലും ഉദ്ദേശമുണ്ടോ? പ്രിലിംസ് പാസ്സായാൽ ഞാനൊരു മോക്ഷം കൈവരിച്ചതുപോലെയാണ്, എനിക്ക് മോക്ഷം കിട്ടി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളുടെ ഉദ്ദേശം പരീക്ഷയിൽ ലിസ്റ്റിൽ വരിക എന്നുള്ളത് പോലും അല്ല, ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ മുൻനിർത്തി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഫൈൻ. സോ ദാറ്റ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ കോൺസെൻട്രേറ്റ് ഫോർ ദ മെയിൻസ് എക്സാം. മെയിൻസ് എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. വി വിൽ എൻഡ് ദ സെഷൻ ഫോർ ടുഡേ. നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് വി വിൽ ഡിസ്കസ് the core topic from the Constituent Assembly in the next lecture. Okay, അടുത്ത ടോപ്പിക്കിൽ we will start. എൻ്റെ പേര് അക്ഷയ് എന്നാണ്. പേരറിയാത്തവർ പേര് മറക്കണ്ട, ഈ മുഖവും ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അക്ഷയ് എന്നാണ് പേര്. We will discuss the rest of the topics in the coming session. ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ തെളിവുൾപ്പെടെ സമർപ്പിച്ച് ക്ലാസ് വൈൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ബിക്കോസ് യു ആർ ദോസ് ഹോം ഷുഡ് ബി കൺവിൻസ്ഡ് ബിഫോർ പുട്ടിംഗ് ദ എഫേർട്സ്. കൺവിൻസ്ഡ് ആയിരിക്കണം.
നിങ്ങൾക്ക് കോഴ്സ് തരുന്ന പ്ലാറ്റ്ഫോമിലും കോഴ്സ് തരുന്ന ടീച്ചറിലും മെറ്റീരിയലിലും എല്ലാം കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് സ്മൂത്തായി പോകൂ. അതുകൊണ്ടാണ് വിത്ത് ദ എവിഡൻസ് ഐ ഹാവ് കം ഇൻ ഫ്രണ്ട് ഓഫ് യു. ഫൈൻ. സോ വി വിൽ ഇന്നത്തെ ലെക്ചർ നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്നത്തെ ലെക്ചർ നോട്ട്സ് ഒന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ, പരമാവധി ലെക്ചർ നോട്ട്സ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, fine. So we will meet you. So till then, goodbye. Thank you.